കൊല്ലം ആലപ്പാട് നിന്ന് കാണാതായ ഐശ്വര്യയെ കണ്ടെത്തി. തൃശ്ശൂരിൽ നിന്നാണ് കണ്ടെത്തിയത്. 18 രാവിലെ വീട്ടിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇരുചക്ര വാഹനത്തിൽ പോയതിൻ്റെ ചിത്രം പോലീസിന് ലഭിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കണ്ടെത്തിയത്. പോലീസിൻ്റെ ചടുലമായ നീക്കങ്ങളാണ് ഒരുപക്ഷെ ഐശ്വര്യയെ ഇത്ര പെട്ടെന്ന് തന്നെ കണ്ടെത്തുന്നതിലേക്ക് നയിച്ചത്. കൊല്ലം ആലപ്പാട് നിന്നും കാണാതായ ഐശ്വര്യ എന്ന പെൺകുട്ടിയെ തൃശ്ശൂരിൽ നിന്നും പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. 18 രാവിലെ ആയിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഐശ്വര്യയെ കാണാതായത്. അത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വീട്ടിൽ നിന്നും ഐശ്വര്യയെ കാണാതായത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഐശ്വര്യ പോയതിൻ്റെ ചിത്രം, അതായത് ബൈക്കിന് പിന്നിലിരുന്നു കൊണ്ട് പോയതിൻ്റെ ചിത്രം, CCTV ദൃശ്യങ്ങൾ പോലീസിൻ്റെ പരിശോധനകളിൽ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് കൺഫേം ചെയ്ത് നടത്തിയ നീക്കങ്ങളാണ് ഇപ്പോൾ ഐശ്വര്യയിലേക്ക് എത്തിയിരിക്കുന്നത്. പോലീസിൻ്റെ വലവിരിച്ച ചടുലമായ നീക്കങ്ങളാണ് തൃശ്ശൂരിൽ നിന്നും ഐശ്വര്യയെ കണ്ടെത്തുന്നതിലേക്ക് നയിച്ചതെന്നാണ് വസ്തുത. കണ്ടെത്തിയത് മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ നിന്നാണ്. അതായത് വീട്ടിൽ ഓൺലൈൻ ഗെയിം കളിച്ചതിനെ തുടർന്ന് അമ്മ ഷീജ വഴക്ക് പറഞ്ഞിരുന്നു എന്ന് നേരത്തെ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും പിണങ്ങിയുള്ള പോക്കായിരിക്കാം. അങ്ങനെ കാണാതായ ഐശ്വര്യയെ തൃശ്ശൂരിൽ കണ്ടെത്തുന്നതിന് കൃത്യമായി പോലീസ് വലവിരിച്ചുള്ള നീക്കങ്ങളാണ് നടത്തിയത്. ഇപ്പോൾ സുനിൽ അരുമാനൂർ തൃശ്ശൂരിൽ നിന്നും ചേരുകയാണ്. സുനിൽ, എങ്ങനെയാണ് പോലീസിന് ഐശ്വര്യയെ കണ്ടെത്താനായത്? എവിടെ നിന്നാണ് കണ്ടെത്തിയത്? എന്തൊക്കെയാണ് കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ? മറ്റ് എന്തെങ്കിലും ആശങ്കകളുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? അജിംഷാദ്, ഈ കുട്ടി കൊല്ലത്ത് നിന്ന് കാണാതാകുന്ന സമയത്ത് തന്നെ കൊല്ലം ACPയുടെ നേതൃത്വത്തിൽ എല്ലാ സമീപ ജില്ലകളിലെയും പോലീസിന് കൃത്യമായിട്ടുള്ള സന്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അല്പം മുമ്പ് ചാലക്കുടി പോലീസിന് ഒരു സന്ദേശം ലഭിച്ചത്. ഇത്തരത്തിലൊരു കുട്ടി മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ ഉണ്ട്, ഡിവൈൻ കേന്ദ്രത്തിൽ ഉണ്ട് എന്നുള്ളൊരു വിവരം ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ചാലക്കുടി പോലീസ് സംഘം മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ എത്തി ഈ കുട്ടിയാണ് എന്നിപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇനി ഈ വിവരം ഈ കേസുമായി മുന്നോട്ട് പോകുന്ന കൊല്ലം ACPയെ തന്നെ ധരിപ്പിച്ച് അതിനുശേഷം കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള പോലീസ് എത്തി കൂടുതൽ വെരിഫിക്കേഷൻ നടത്തിയ ശേഷം മാത്രമായിരിക്കും കുട്ടിയെ കൈമാറുന്നത്. കുട്ടി സുരക്ഷിതമായി തന്നെയാണ് ഈ ധ്യാന കേന്ദ്രത്തിൽ ഉള്ളതെന്നാണ് ധ്യാനകേന്ദ്രം അധികൃതർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. കുട്ടി മറ്റൊന്നും പറഞ്ഞില്ല. വീട് വിട്ട് ഇറങ്ങി വന്നതാണെന്നും അമ്മയോട് പിണങ്ങി വന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ഇത്തരത്തിൽ കുട്ടി ഇവിടെ വരാൻ ഉള്ള ഈ പർട്ടിക്കുലർ സ്ഥലത്തേക്ക് വരാൻ ഉള്ള കാരണം സംബന്ധിച്ചുള്ളത് പോലീസ് കുട്ടിയോട് തന്നെ ചോദിച്ച് വിശദാംശങ്ങൾ അറിയുന്നുണ്ട്. അത്തരം വിവരങ്ങൾ നമുക്ക് അല്പ സമയത്തിന് ശേഷം തന്നെ നമുക്ക് ലഭ്യമാകും. 2 ദിവസം മുമ്പാണ് ഈ പെൺകുട്ടി ഐശ്വര്യ എന്ന് പറയുന്ന കുട്ടി വീട് വിട്ട് അമ്മയോട് പിണങ്ങി വീട് വിട്ട് ഇറങ്ങിയത് എന്നാണ് കുട്ടി തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ കുട്ടി ധ്യാന കേന്ദ്രത്തിൽ സുരക്ഷിതയാണ്. ഇനി കൂടുതൽ പോലീസിന്റെ ഒരു നടപടികളുണ്ട്. അതുപോലെ തന്നെ ഈ കാണാതായത് കൊല്ലത്ത് നിന്നായതുകൊണ്ട് തന്നെ അവിടുത്തെ പോലീസ് എത്തിയായിരിക്കും ഈ കുട്ടിയെ കൊണ്ടുപോവുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഇപ്പോൾ ചാലക്കുടി പോലീസാണ് ഇപ്പോൾ സ്ഥലത്തെത്തി മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഈ കുട്ടിയുടെ മറ്റ് സ്ഥിരീകരണം എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 18 രാവിലെയാണ് ഈ കുട്ടിയെ കാണാതായത്. ഈ കുട്ടിയെ കണ്ടെത്താൻ സഹായിച്ച് നിർണായകമായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ എന്നാണ് പോലീസ് തന്നെ വെളിപ്പെടുത്തുന്നത്. കാരണം കുട്ടി കയറി പോകുന്നതുമായി ബന്ധപ്പെട്ട് ആണ് CCTV ദൃശ്യങ്ങൾ ലഭിച്ചത്. മുരിങ്ങൂരിലെ ധ്യാന കേന്ദ്രത്തിൽ ഉണ്ട് എന്നുള്ള ഒരു സംഭവം അവിടുത്തെ ആളുകളാണ് പോലീസിനെ അറിയിച്ചത്. ധ്യാന കേന്ദ്രത്തിലെ അന്തേവാസികൾ തന്നെയാണ് പോലീസിനെ അറിയിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചാലക്കുടി പോലീസ് ഇപ്പോൾ ഇവിടെ എത്തി കുട്ടിയുടെ വിവരം ശേഖരിക്കുന്നത്. ഇനി ബന്ധുക്കളുമായി തന്നെ, അതായത് ഐശ്വര്യയുടെ അമ്മ അതുപോലെ മറ്റുള്ളവരുമായി ഇക്കാര്യം അറിയിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. അത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയ ശേഷം മാത്രമായിരിക്കും കുട്ടിയെ ഇവിടെ നിന്ന് കൊണ്ടുപോവുക. ശരി, സുനിൽ അരുമാനൂരാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.